അല്ലെ മുഖത്തോട് മുഖം നോക്കി പറയുന്നത് അവിടെ തീർന്നു, ഞാനും ഇങ്ങും തമ്മിലുള്ള ബന്ധം, ഞാൻ മരിച്ചാൽ പോലും ഇനി കാണാൻ വരണ്ട. ഇതൊക്കെ ഒരു ദുനിയാവിലെ വിജയത്തിന്റെയും പവറിന്റെയും കാരണങ്ങളായിട്ട് നടത്തുന്നവരാ. ആരോടൊക്കെയോ പണക്ക്, കുടുംബക്കാരോട് പണക്ക്, ബന്ധുക്കളോട് പണക്ക്, അയൽവാസികളോട് പണക്ക്, ഒരേ വാപ്പാന്റെ മക്കള് പോലും തമ്മിൽ പണങ്ങി ജീവിക്കുക. ഓല പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ പരക്കം പായുന്നത് പള്ളിക്ക് നോമ്പിന് അവരെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ കഅബാലയത്തിലേക്ക് ഓടുന്നു. അള്ളാഹു ചോദിച്ചൊരു ചോദ്യം, ഇതൊക്കെ ആരൊക്കെ മനുഷ്യരെ? നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കബർ വരെ കൂടെ പോരുള്ളൂ. അൻസാർ മരിച്ചാലും ആര് മരിച്ചാലും കബറും പുറത്തേക്ക് ഒരു 500 ആള് വരും, 3 പിടി ആ മണ്ണിലേക്ക് വാരിയിടും. അതിനുശേഷം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുൻപിലാണ് ചോദ്യത്തിന് ഉത്തരം െങ്കിൽ ഈ ലോകത്തുള്ള സർട്ടിഫിക്കറ്റിനേക്കാൾ മനുഷ്യന്മാര് തരുന്ന ആദരവിനേക്കാൾ നാളെ റബ്ബിന്റെ ആ മണലിലേക്ക് ഇറക്കി വെച്ച്, മണ്ണിലേക്ക് ഇറക്കി വെച്ച് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ നിന്നും കുടുംബക്കാരും ബന്ധുക്കളും തിരിച്ചു പോകുമ്പോ നിനക്ക് 6 അടി മണ്ണിനടിയിൽ മനസ്സമാധാനത്തോടെ കിടക്കണേ. ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം, ഒരു കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം, ഒരു കൽബും പെടപ്പിക്കാതെ ജീവിക്കാൻ പറ്റണം. അതാ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ഇസ്ലാം. അല്ലാതെ ഒന്നാമത്തെ സെഫിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് തോന്നിയാസവും ചെയ്യാന്നല്ല, എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കാമെന്നല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാര് നമ്മളെ മയ്യത്തസ്കരിക്കാൻ വന്നാൽ പോലും പടച്ചോന്റെ അടുത്തേക്ക് അത് സ്വീകരിക്കപ്പെടുവോ എന്ന് ഉറപ്പില്ല. ഇനി ഞമ്മക്കൊക്കെ ഒന്ന് മയ്യത്തസ്കരിക്കാൻ വരുന്ന ആൾക്കാരെ പറ്റി നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചു. ഒരു തമാശക്കാണോ കാര്യമാണോ എന്നറിയാൻ ഒരു മഹലിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെള്ളടിയൊക്കെ ആയിട്ട് നടന്നവൻ ബാപ്പാന്റെ മരണശേഷം നന്നാവണമെന്ന് തീരുമാനിച്ചു, പള്ളിയിലേക്കൊക്കെ ഒന്ന് വരണമെന്ന് തീരുമാനിച്ചു. പള്ളി കയറിയപ്പം സാധാരണ പള്ളിയിൽ വരുന്ന കുറെ കാരണവന്മാരോ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ എന്താണോ വേടാ ഒരു ചിരിച്ചിട്ട്, ഇത് ഞങ്ങൾ ാണ് എനിക്കൊന്നും വരാൻ പറ്റിയതല്ല. ഓ പറഞ്ഞു ഞാൻ നിർത്തി. പിന്നെ വെള്ളിയാഴ്ചത്തെ ജുമാക്കൊക്കെ കേൾക്കണമെങ്കിൽ ഞാൻ അവിടെ ചൂണ്ടലുമായിട്ട് കാത്തുക്കും. തോട്ടിന്റെ സൈഡിലാണല്ലോ പള്ളി, ഞാൻ അത് കേൾക്കും. എന്നിട്ടോൻ തന്നെ പരിഹാസത്തോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല ഈ പള്ളിന്റെ ഒന്നാമത്തെ സഫിലിക്കുന്നോലൊക്കെ അല്ലേ ഇപ്പൊ എല്ലാവർക്കും മയ്യത്തസ്കരിക്കാനുണ്ടാകുക? എടുത്തോ ആരാ? അത്രയുമാൻ. ഇങ്ങനെ ആള് നല്ല ഡീസന്റ് സാധന. പെങ്ങക്കെതിരെ കേസ് കൊടുത്ത് അളിയനെ റൂട്ടുമ്പിലിട്ട് തല്ലി, ഏതോ ഒരു അതിരിട്ട കല്ലിന്റെ പേരിൽ, ഒരു മുറി പീഡിയന്റെ പേരിൽ ഇപ്പോഴും കേസാ. ഓനാപ്പം പള്ളിന്റെ ഭാരവാഹി അല്ലെങ്കിൽ സമൂഹത്തിലെ വലിയവൻ, രാഷ്ട്രീയത്തില്, മതത്തില്, സാമുദായത്തില് മുൻപന്തിയിൽ നിൽക്കുന്നവൻ. രണ്ടാമത്തവൻ ആരും അറിയാണ്ട് മോനെ കൊണ്ട് കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിച്ചതാ. അവസാനത്തൊന്നും ഞാള് വാങ്ങിയില്ല എന്നൊക്കെ പറയെങ്കിലും കുട്ടീനെ കുത്തി കുത്തി ചോദിച്ച് പറഞ്ഞേപ്പിച്ചിട്ട് ആരും അറിയാണ്ട് വാപ്പാന്റെ പേരിൽ റോഡ് സൈഡിലുള്ള 10 സെന്റ് പേരിലാക്കിച്ചോനാ. ഇവരൊക്കെ അപ്പൊ നമ്മളെ മയ്യത്തസ്കരിക്കാൻ വരാനുള്ളതെങ്കിലേ നമ്മളൊക്കെ അള്ളാന്റെ അടുത്തേക്ക് എങ്ങനെ എത്തുന്നുള്ളതൊക്കെ ഒന്ന് കണ്ടറിയേണ്ടി വരും. മയ്യത്തസ്കരിക്കാൻ വരുന്നോല് നമ്മളെ സ്വഭാവം കൊണ്ടും ബന്ധം കൊണ്ടും വരണം. സ്വഭാവം കൊണ്ടും ബന്ധം കൊണ്ടും വരണം. ഞാൻ എന്റെ ഒരു അനുഭവം പറയാറുണ്ട്, നിങ്ങൾ കേട്ടത് ഒരിക്കൽ കൂടി പറയാം. ഞാൻ ഒരിക്കലും ഒരു എന്റെ നാട്ടില് സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തിയപ്പോ തൊട്ടടുത്തുള്ള ഒരു മഹല്ലാണ്. ഒരു മയ്യത്തസ്കാരുണ്ട്. സുബഹിക്ക് ശേഷം വെളിച്ചം വന്നാൽ ഉടനെ ചെയ്യണം. രാത്രി 8:15 മരിച്ചത് എന്ന് കേട്ടു. എല്ലാവരും പറഞ്ഞു രാവിലെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് രാവിലത്തേക്ക് വെച്ചു. എല്ലാവരും സുബഹി നിസ്കരിക്കാൻ പള്ളിയിലെത്തി. ഞാൻ ആ പള്ളിയിലെത്തിയപ്പോ കാസർഗോഡ് കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു മനുഷ്യനുണ്ട് ആ പള്ളിയിൽ. ഞാൻ ഈ കുമ്പളയിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയപ്പോ അവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തേ ഇവിടെ മയ്യത്തസ്കരിക്കാൻ വന്ന? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തോ ബന്ധുവായിരുന്നു അദ്ദേഹം, ഇത്ര ദൂരത്തുനിന്ന് ഇങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? അദ്ദേഹം പറഞ്ഞു, ഞാൻ 8:30 ഇശാ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പോകുമ്പോഴാണ് എനിക്ക് കോള് വന്ന്. ഞാൻ വേഗം പെണ്ണുങ്ങളെയും കൂട്ടി 11:15 വെസ്റ്റ് കോസ്റ്റില് മംഗലാപുരത്ത് നിന്ന് കയറി. പുലർച്ചെ 3:15 മണിക്ക് കോഴിക്കോട് എത്തി. സത്യ, ഞാൻ അതിൽ യാത്ര ചെയ്യാറുണ്ട്. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ ഇവിടെ എത്തി 4:15 ആകുമ്പോഴേക്ക്. അന്ന് 5:05 സുബീസ്കാരം. ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ വരാൻ നിങ്ങൾ എന്തോ ബന്ധുവായിരുന്നു? അദ്ദേഹം പറഞ്ഞല്ല. പിന്നെ എന്താ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 2022 ഹജ്ജിന് പോയിരുന്നു. എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ജംറയിലെ കല്ലേറിന്റെ അന്നേക്ക് എല്ലാവരും ഏകദേശം ക്ഷീണിക്കും. അന്ന് ജംറയിൽ കല്ലെറിയാൻ നിൽക്കുമ്പോ ഞാൻ കുഴഞ്ഞു വീണതാണോ വീഴുകയാണോ എന്നൊന്നും എനിക്ക് അറിയൂല. എന്റെ പെണ്ണുങ്ങൾ വല്ലാണ്ട് കരയാനും തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഏതോ ഒരു മനുഷ്യൻ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു, എന്നെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് 3 ദിവസം ജംറയിലെ കല്ലെറിയാൻ ഒരു പൈതലിന്റെ മാതിരി എന്നെ തോളിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ കൊണ്ടുനടന്നു. ശേഷം 16ാമത്തെ ദിവസം അവിടുന്ന് തിരിച്ച് കരിപ്പൂരിറങ്ങുന്നത് വരെ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അയാൾ എന്നെ സഹായിച്ചു. ആ മനുഷ്യന്റെ മയ്യത്തിന്റെ വിവരം കേട്ടാ പിന്നെ ഞാൻ എങ്ങനെയാ വരാണ്ടിരിക്കുക? ഇങ്ങനെയാ മയ്യത്തസ്കരിക്കാൻ ആള് വരണ്ടേ?
അല്ലാതെ നാട്ടിലെ പവറും പത്രാസും കണ്ടിട്ട് എങ്ങനെയാ അപ്പൊ പോവാണ്ടിക്കാന്ന് ചിന്തിച്ചു വരുന്നോലല്ല. കുറെ കുടുംബക്കാര് മയ്യത്തസ്കാരത്തിന്റെ ബാക്കിൽ ഇങ്ങനെ നിന്നിട്ട് പറയും ലീവ് ഇല്ല, പിന്നെ എങ്ങനെയാ അപ്പൊ വരാണ്ടിക്കാൻ വിചാരിച്ചിട്ടാ പെണ്ണുങ്ങൾ നിർബന്ധിക്കുകയും ചെയ്ത്, പിന്നെ വന്നിട്ടില്ലെങ്കിൽ നാട്ടിലൊക്കെ ഒരു ചോദ്യവും ആകുമല്ലോ എന്ന് കരുതി പോന്നതാ എന്ന് പറയുന്നവര് വന്ന് കുറെ പടച്ചോനോട് ദുആയിരുന്നിട്ട് എന്താ കാര്യം? സ്വീകരിക്കൂലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞൊരു വാക്കില്ലേ, ഹൃദയം തുറന്ന് നിഷ്കളങ്കതയോടെ പടച്ചവനോട് ദുആ ചെയ്യുന്ന മുസ്ലിമിന്റെ പ്രാർത്ഥന, ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥന, അത് നമ്മളെ കുടുംബത്തിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരേണ്ടതാണ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും അള്ളാഹു വ്യത്യസ്ത ഗോത്രവും കുടുംബമൊക്കെ ആക്കിയത് അതിന്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ചിലർക്ക് തറവാടുണ്ടാകും, സ്വഭാവം ഒരു വസ്തുവിന് പറ്റൂല. ചിലര് പറയൂലേ നല്ല തറവാടൊക്കെ കെട്ടിച്ച്, എന്നിട്ട് ഇപ്പൊ എന്തേ കുട്ടിക്ക് ഒരു സ്വൈര്യം അപ്പോരയിലില്ല. ആ അളവും ആ കോലും നോക്കിയ ഒരു ജീവിക്കൂ, ഒരു നല്ല സ്വഭാവമല്ലോ. ചിലർക്ക് തറവാട് ഉണ്ടാവില്ല, എന്നാ സ്വഭാവവും ഉണ്ടാവില്ല. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആഇലുൽ മുസ്തഖ്ബിർ, അഹങ്കാരികളായ ദരിദ്രന്മാരുണ്ടായി വരും. ആ പകല്ലെങ്കിലും കിബറിനൊരു കുറവുണ്ടാവില്ല. സ്വന്തം പെൺകുട്ടീനെ പറഞ്ഞേക്കാൻ ഒരു 5 നയാ പൈസന്റെ ഗതി ഉണ്ടാവില്ല. പള്ളി കത്തു കൊടുക്കും, നാട്ടിലെ പൈസക്കാരൊക്കെ കാണും. പക്ഷെ കല്യാണത്തലേന്ന് ഗാനമേള, അതിന്റെ തലേന്ന് അരികുത്ത് കല്യാണം, അതിന്റെ തലേന്ന് ക്യാമറ. ആഇലുൽ മുസ്തഖ്ബിർ, അഹങ്കാരികൾ വരും, നാട്ടുകാരെ കാണിക്കാൻ ജീവിക്കുന്ന ഒരു കാലം വരും. ചോർന്നൊലിക്കുന്ന കൂരക്ക് കീഴിൽ പൈതലിന് മഴ നനയാതെ മാറത്തെ കടക്കി പിടിച്ച് കരയുന്ന 100 കണക്കിന് മനുഷ്യന്മാരുണ്ടാകുമ്പോ അവനാന്റെ പോർച്ചിലേക്ക് വരുന്ന ഗേറ്റ് റിമോട്ട് കൺട്രോൾഡ് ആക്കാൻ മത്സരിച്ചോടുന്നവന്റെ ഇസ്ലാമിനെ പറ്റി അള്ളാഹുവിന്റെ ഹബീബിന് വലിയ ധാരണയൊന്നുമില്ല, സ്ഥാനമൊന്നുമില്ല. വേണ്ടാന്നല്ല, കൊടുക്കുന്നവരുണ്ട്, നന്നായിട്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുണ്ട്, സഹജീവി സമൂഹ സ്നേഹം നടത്തുന്നവരുണ്ട്. ഞാൻ അവരൊന്നും മറന്നിട്ടല്ല പറയുന്നത്. തൊട്ടപ്പുറത്തുള്ളൊരു രോഗി ചക്രശ്വാസം വലിക്കുമ്പോ പോലും നമ്മളെ ജീവിതത്തിൽ അത് അറിയാൻ പറ്റുന്നില്ലേ? ഇസ്ലാം ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന മത. അയൽവാസിനെ പറ്റി വിശദീകരിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ സഹാബത്ത് പറയാ, പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ഞങ്ങൾ പേടിച്ചു. എന്തിന്? നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ മരിക്കുമ്പോൾ അനന്തര സ്വത്തിൽ നിങ്ങൾ അയൽവാസിക്ക് കൂടി അവകാശമുണ്ട് റസൂലുള്ളാഹി പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. നിങ്ങൾ മരിച്ചാൽ അനന്തര സ്വത്തിൽ നിങ്ങൾ അയൽവാസിക്കും കൂടി ഉണ്ടോന്ന് പറഞ്ഞു കളയോന്ന്. അത്ര വരെ അള്ളാന്റെ ഹബീബ് പറഞ്ഞു. നിങ്ങൾ സ്ഥലം വിൽക്കുമ്പോ ആദ്യം ചോദിക്കേണ്ടത് ആരോടാ? അയൽവാസിനോട്. നിങ്ങൾ കെട്ടുന്ന ചുമര് അയൽവാസിയുടെ കാറ്റ് തടയുമെങ്കിൽ ആ കെട്ട് പൊളിക്കേണ്ടതാരാ? അയൽവാസി. ഇത് ഓരോ ബന്ധങ്ങളെയും ഇസ്ലാം കൊടുക്കുന്ന സ്ഥാന. ഏത് ബന്ധങ്ങളെയും ഇന്നാ ബന്ധങ്ങളാ ഓരോരുത്തരും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊരുത്തല്ലാണ്ട് മരിക്കുന്നവര്, പൊരുത്തം കിട്ടാണ്ട് മരിക്കുന്നവര്. മനുഷ്യങ്ങളൊന്നും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഈ പൊരുത്തം പിന്നെ എവിടുന്നാ നമ്മൾ വാങ്ങുക? ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു കൊലപാതകം നടന്നു. ആള് മുസ്ലിം ആവട്ടെ ഒന്ന് സ്വന്തം ശരീരത്തിൽ മുഴച്ചു നിൽക്കുന്ന ഭാഗം ആണിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് അപ്രതീക്ഷിതമായ ഒരു ബാഗ് പൊന്തിച്ചപ്പോൾ തട്ടിപ്പോയപ്പോ വീണ്ടും വേണമെങ്കിൽ തട്ടിക്കോ എന്ന ഭാവേന ഇടത്തെ കയ്യിൽ ക്യാമറയും പിടിച്ചൊരു സാധു മനുഷ്യന്റെ ശരീരത്തിലേക്ക് നെഞ്ചമർത്തി നിന്ന പെണ്ണ് അവസാനം അഭിമാന ബോധത്തിന് ക്ഷതം വരുമെന്നായ പൊരുത്തുണ്ട് കയറിൽ ആ സാധു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പെണ്ണിന്റെ പേര് മുസ്ലിം ആയതുകൊണ്ട് ന്യായീകരിക്കാൻ ഒരൊറ്റ മുസൽമാനും സാധിക്കൂല. കാരണം അന്യായമായി നീ ഒരാളെ കൊന്നാൽ ഈ ലോകത്തുള്ള 800 കോടി മനുഷ്യരെ കൊന്നവനെ പോലെയാണെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ. ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിന്റെ നെറ്റിയിലെ നിസ്കാരത്തെ പർദ്ദയെ ഓതി തീർത്ത ഖുർആനോ ചെയ്ത ഹജ്ജോ പടച്ചോൻ എനിക്ക് തരൂലാന്ന് പഠിപ്പിച്ച മതം. ആ മതത്തിന്റെ വിശ്വാസികളാണ് നമ്മളെങ്കിൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ പ്രവാചകനോട് കണ്ണുനീരോടെ നെഞ്ചുപൊട്ടി ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. മരണത്തിന്റെ 2 ദിവസങ്ങൾക്ക് മുൻപ് പ്രവാചകൻ അല്പം ആശ്വാസം തോന്നി. സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ നിങ്ങൾ എന്നെ ഒന്ന് മദീനത്തെ കൊണ്ടുപോകണം. മരിക്കുന്നതിന്റെ മുൻപുള്ള 4 ദിവസം നബി തങ്ങൾക്ക് മദീനത്തെ പള്ളിയിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അത്രയേറെ പ്രവാചകൻ തളർന്നു പോയിട്ടുണ്ട്. ഒരിക്കൽ വരാൻ നോക്കിയപ്പം വീണ്ടും ബോധം കെട്ടു വീണു. അന്നാണ് അള്ളാന്റെ ഹബീബ് എഴുന്നേറ്റ് നിന്ന് അല്പം ആശ്വാസത്തോടെ പറഞ്ഞു, മുറു അബൂബക്കർ,
ഞാൻ ഇവിടെ ഉണ്ട്, അബൂബക്കറിനോട് ഇമാമുക്കാൻ പറ. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു. റബീഉൽ അവ്വൽ 10 നേരം വെളുത്തു. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ, എനിക്കൊന്ന് മദീനത്തെ പള്ളിയിൽ പോകണം, നിർബന്ധ, എന്നെ കൊണ്ടുപോകണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അലി ഇബ്നു അബീ ത്വാലിബിനെ വിവരം അറിയിച്ചു. അലിയാർ തങ്ങൾ കഅബിനെയും കൂട്ടി വന്നു. റസൂലുള്ളാഹിന്റെ 2 കൈയെടുത്ത് 2 പേരും തോളത്തിങ്ങോട്ടിട്ട് പ്രവാചകനെ ഷോൾഡറിൽ ഇങ്ങോട്ട് പൊക്കി. മദീന പള്ളിയിലേക്ക് റസൂലിനെ കൊണ്ടുപോകുന്നത് കണ്ട് പിന്നിലിരിക്കുന്ന ആയിഷ ബീവി ഹൃദയം പൊട്ടിക്കരഞ്ഞു. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, തളർന്നു പോയ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലുകൾ മണലിലൂടെ വലിച്ചയക്കേണ്ടി വന്നു. ഇത്രയും തളർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാ മദീനത്തെ വന്നത് എന്നറിയാൻ വേണ്ടി സഹാബത്ത് പള്ളിയിലേക്ക് ഇടിച്ചു കയറി. മദീന മിമ്പറിന്റെ 1-ാമത്തെ സഫിലിരുന്ന് തലകുനിച്ച് പെരടിയുടെ വെളുത്ത ഭാഗം സഹാബത്തിന് കാണിച്ചു കൊടുത്ത് ലോകത്തിന്റെ റസൂലുള്ള പറയുന്ന അവസാനത്തെ ഒരു വാക്കുണ്ട്, അയ്യുഹന്നാസ്, മനുഷ്യരെ, തറവാട്ടുകാരെ എന്നല്ല, കുടുംബക്കാരെ എന്നല്ല, അയൽവാസികളെ എന്നല്ല, ബന്ധുക്കളല്ല, എന്റെ ജനങ്ങളെ, ഈ മുഹമ്മദിന്റെ നാവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നിങ്ങളെ മനസ്സോ ശരീരമോ വേദനിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ പെരടി വെളുത്ത ഭാഗം സഹാബത്തിന് മുൻപിൽ കുനിച്ചു കാണിച്ച് ലോകം കണ്ട ഏറ്റവും നല്ല അഷ്റഫുൽ ഖൽഖായ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്ക്, നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാം, എന്റെ പെരടിക്ക് നോക്കി ചവിട്ടാം, എന്റെ വാക്കോ പെരുമാറ്റമോ എന്റെ വൈവിട്ടൊരു സംസാരമോ എന്റെ നാവ് കൊണ്ടോ നിങ്ങളെ അഭിമാനത്തിനോ നിങ്ങളുടെ ജീവിതത്തിനോ വല്ല ക്ഷതവും പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അഭിമാനം ഇതാ, നിങ്ങൾ എന്നെ തിരിച്ചു പറഞ്ഞോ, പറഞ്ഞോ, മുഹമ്മദിന്റെ ഉമ്മാമിനെ പറഞ്ഞു എന്ന് പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞപ്പോ അരയിൽ നിന്നും വാളൂരി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ, ആരെങ്കിലും നിങ്ങൾക്ക് നേരെ എഴുന്നേറ്റ് നിന്നാൽ ഉമറിന്റെ വാളിന്റെ തലയിൽ ആ മനുഷ്യന്റെ കഴുത്തിലെ രക്തമുണ്ടാകും. അന്ന് വരെ പ്രവാചകൻ ഉമറിനോട് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അന്ന് ആ വേദനക്കിടയിലും ലോകത്തിന്റെ പ്രവാചകൻ ആ ഉമറിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ലാ യാ ഉമർ, വേണ്ട ഉമറേ, വേണ്ട. മുഹമ്മദ് എന്ന പരിഗണന, മനുഷ്യൻ എന്ന പരിഗണന, ഈ ലോകത്തിന്റെ പ്രവാചകൻ എന്ന പരിഗണന അല്ലാഹു വിചാരണക്കെടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്ക് ലഭിച്ചു കൊള്ളണം എന്നില്ല ഉമറേ. ഏത് കാര്യത്തിൽ? കുടുംബ ബന്ധം മുറിച്ച വിഷയത്തിൽ, ബന്ധം അലോഗ്യപ്പെട്ട വിഷയത്തിൽ, നാളെ റബ്ബിന്റെ മഹ്ശറയിൽ എന്റെ വിചാരണ റബ്ബ് ആരംഭിക്കുമ്പോ, എന്റെ നമസ്കാരം റബ്ബെടുക്കുമ്പോ, എന്റെ നോമ്പ് റബ്ബെടുക്കുമ്പോ അല്ലാഹു ആ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളോട് പറയും, മുഹമ്മദിനെ കൊണ്ട് ആർക്കെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കുടുംബത്തിൽ മുഹമ്മദ് ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ പ്രശ്നം നിങ്ങൾക്ക് അലോക്യമായി മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ഒരു ഹക്കോ ഈ മുഹമ്മദ് കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പൊരുത്തമില്ലെങ്കിൽ നിങ്ങളത് പരാതിയായിട്ട് പറഞ്ഞോ എന്ന് റബ്ബ് പറയുമ്പോ, ആരെങ്കിലും ഉമറേ എന്റെ എതിർഭാഗത്തേക്ക് റബ്ബ് നിർത്തിയാൽ അതോടെ തീർന്നില്ലേ ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണ് നിറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ കരയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമറേ, ഒരാൾക്ക് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത നഫ്സി നഫ്സി, ഞാനെങ്ങനെ രക്ഷപ്പെടും റബ്ബേ എന്ന് സങ്കടം ഒരാൾക്കും ഒരാളോടും പൊരുത്താൻ പറ്റില്ല ഉമറേ. ലേറ്റസ്റ്റ് മോഡലാ. മരിച്ചെന്റെ വാപ്പാക്ക് വേണ്ടി നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം കേട്ടോ. ആയുസുള്ളപ്പോ കൈ പിടിച്ച് പൊരുത്തം വാങ്ങാത്ത വാപ്പാക്ക് മരിച്ചു കിടക്കുമ്പം മക്കളൊന്ന് പൊരുത്തം വാങ്ങിയാൽ കിട്ടുന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പരിശോധിച്ചോ? ഒരു മയ്യത്ത് കൊണ്ട് വെച്ചപ്പോ റസൂലുള്ള പൊരുത്തല്ല വാങ്ങി, കടണ്ടോന്നാ ചോദിച്ചത്. ഉണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള മാറിന്നു. സഹാബത്ത് പറഞ്ഞു, റസൂലെ, കുടുംബക്കാരിൽ ഒരാളെ ഏറ്റെടുത്തു. ഉറപ്പാണോ? ഉറപ്പാ. വന്നു, നിസ്കരിച്ചു. ഇന്നാ കുടുംബത്തിലുള്ള ആളുകൾ കൊടുക്കുന്നില്ല. അത് സാന്ദർഭികമായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കുക. ഒരു ഉറുപ്പിയാണെങ്കിലും ണെങ്കിൽ എഴുതി വെച്ചോളി വാപ്പാരെ. അത് പച്ചക്കറി പീടികയിലാണെങ്കിലും മീൻകാരനാണെങ്കിലും ശരി, ബാധ്യത ബാധ്യതയാ. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ, അതൊരു ഭാരമായിട്ട് തോളിൽ കിടക്കും. പടച്ചോന്റെ അടുത്ത് പോയി വീട്ടാന്ന് വിചാരിച്ച അവിടെ 10 ഉറുപ്പിയില്ല 100 ഉറുപ്പിയില്ല പച്ചക്കറിയുമില്ല പലചരക്കും ഉണ്ടാവില്ല.
അതുകൊണ്ടാ ചെറുതും വലുതും എഴുതി വെക്കണേ എന്ന് പറയുന്നത്. ചില വാപ്പാർക്ക് ഒരു പ്രതീക്ഷ എന്താണെന്നറിയോ? അങ്ങനെ എന്റെ മക്കളങ്ങ് കൊടുക്കേ. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാത്ത നിങ്ങളൊന്നല്ല നമ്മളെ മക്കള്. ഓരോ പ്രതീക്ഷയും വെക്കണ്ടോ. ഞാൻ മക്കളെയൊക്കെ ആക്ഷേപിക്കുന്നല്ല. വാപ്പ മരിച്ച് 1 മാസം കഴിഞ്ഞപ്പം വീതം വെപ്പും നടന്നു. ഈ മാസത്തിന്റെ അടക്ക് വാപ്പ മൂത്തോക്ക് വേണ്ടിയിട്ട് ഒരു കട്ടില വാങ്ങാൻ അയൽവാസിനോട് ഒരു 10-15,000 ഉറുപ്പ്യ വാങ്ങിയിരുന്നു. ആരോടും പറയണ്ടല്ലോ, വാപ്പ അഭിമാനികളാണ്. കടം വാങ്ങിയിട്ടാ കൊടുത്തോന്നൊന്നും പറയിപ്പിക്കാൻ വേണ്ടാതിട്ട് വാപ്പ ആരോടും പറയുകയും ചെയ്തില്ല. അയൽവാസി പലതവണ ചെന്ന് ചോദിച്ചു മക്കളോടൊക്കെ, അല്ല വാപ്പക്കൊരു ഇടപാടുണ്ട്, തീർക്കണല്ലോ. ആവട്ടെ, നോക്കട്ടെ, തെളിവുണ്ടോ നോക്കട്ടെ. വാപ്പ അങ്ങനെ പറഞ്ഞതായിട്ട് ഉറപ്പില്ല, നോക്കിയിട്ടില്ല. അവസാനം വീതം വെപ്പൊക്കെ കഴിഞ്ഞപ്പോ ഇനിയെങ്കിലും മക്കള് തരികയായി പോയി വീണ്ടും ചോദിച്ചപ്പോ മൂത്തം പറഞ്ഞോലെ വീതം വെപ്പൊക്കെ കഴിഞ്ഞ ഈ കേട്ടോ? കേട്ടു. എനിക്ക് കിട്ടിയത് എവിടെയാന്ന് എനിക്കറിയോ? അങ്ങ് കോടഞ്ചേരി ഭാഗത്തെ എന്റെ മലന്റെ മുകളിൽ 22 സെന്റ് കിട്ടിയ ഇളയോന് കൗടത്തായി അങ്ങാടിയിൽ ആ ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ണായ സ്ഥലം. നിങ്ങൾ ഓനോട് വാങ്ങിക്കോ, ഇക്കിപ്പൊ കിട്ടിയൊക്കെ കുറഞ്ഞു പോയതാ.